ഹലോ, ഞാൻ വിക്താണ്. നോക്കി കണ്ട് സംസാരിക്കാം. ആടും ഇല്ല. അവിടെ കുറച്ച് ഫുഡ് കഴിച്ചോ? ഫുഡ് ഇപ്പോൾ കഴിക്കില്ല. അപ്പം ഇതോളം ഓർമ്മയുള്ളൂ. ഞാൻ ഫിറ്റാ, പിന്നെ അടിക്കില്ല. ലാസ്റ്റാ ഞാൻ പന്ത് മേടിച്ച് കൊടുത്തു പോയനും. ഞാൻ നല്ലൊരു അമ്മയല്ലേ. ആശപ്പ ചേച്ചി തലവേദനയാ, മൈഗ്രെയിൻ. ലൈം സോഡയാണോ? കള്ള്. ഞാൻ കുടിച്ചു. ഒരു ബിക്കിനി ഒക്കെ ഇട്ടിരിക്കുക. അയ്യോ, എനിക്കിഷ്ടമല്ല. എൻ്റെ ശരീരം പബ്ലിക്ക് കാണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ വരയൊക്കെ കാണിക്കും, കാല് കാണിക്കും, കൈ കാണിക്കും, വേറൊന്നും കാണിക്കില്ല. ടിക്ടോക്കിനും ഒന്നും കാണിക്കണം പറ്റൂലല്ലോ. ഫിറ്റായിടോ നീ. ഈശോയെ, എന്നെ ഉറക്കല്ലേ. എന്നാ പൊളിക്കും. ഞാൻ അങ്ങനെയാ. എനിക്കതാ ഇഷ്ടം. 2 അടിച്ച് 3 അടിച്ചിട്ട് അതിന് നമ്മൾ സെക്സ് ചെയ്യണം. അത് പൊള്ളിയല്ലേ, നല്ല വൈബായിരിക്കും. ഓവർ ഫിറ്റ് ആവരുത്. മീൻസ് നല്ല റൊമാൻസ് മൂഡ് കിട്ടണമെങ്കിൽ 2 3 അടിക്കണം. എടോ, എനിക്ക് തലയ്ക്ക് പിടിച്ചു. എത്ര ടൈം? 3. അയ്യോ, നന്നായിട്ട് പിടിച്ചിന് തലയ്ക്ക്. ഞാൻ എന്നാണ് കഥ ചേച്ചി ഉറങ്ങി. ഇതുകൊണ്ട് പിടിച്ച ചത്തും. ജേസി. ഓ, നല്ല ശേഷം. ഇപ്പൊ ഇവിടെ ആര് വേണം? ഇപ്പൊ ഇവിടെ ആര് വരണം? ഇപ്പൊ ഇവിടെ ആര് വേണം? മൈനു, ഈ പൂസുമ്പുറത്ത് ഇവിടെ ആര് വേണം? ആര് വേണം? ഈ പൂസുമ്പുറത്ത് ഇപ്പൊ ഇവിടെ ആര് വേണം? എന്നാ പൊളിച്ചു. സത്യം. അയ്യോ, അത് വേറെ വൈബ്. വീച്ചാണ് നല്ല ഭാഗ്യ. അത് ഞാനും കുടിക്കും, അങ്ങേരും കുടിക്കും. വീച്ചണ്ണയും വിളിക്കും. പേടിക്കണ്ട, ഉടനെ വരും. ഉടനെ വന്ന് തകർക്കും. കുറച്ചിടെ കഴിഞ്ഞ് വരുമല്ലോ. പിന്നെ ഞങ്ങൾ തകർക്കില്ലേ. ശരിക്കും മിസ് ചെയ്യുന്നോടോ അങ്ങേര്, സത്യം. അതേപോലത്തെ ആണുങ്ങളെ കിട്ടണം. സെക്സിലല്ല കാര്യം, ആണോ? നമ്മളൊന്ന് വീണാൽ ഒരു പെണ്ണിലൊക്കെ എന്താണെന്നറിയില്ലേ. നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, നമ്മളെ സ്നേഹിക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കുവരുക. അല്ലെങ്കിൽ 2 കുത്തി വെള്ളം കളഞ്ഞു, അതിലൊന്നും കാര്യമില്ല. ഉണ്ടോ? അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, തലോടുക, അവരുടെ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുക. 2 അടിച്ചിട്ട് തലമുടി കൂടെ വിരലിട്ട് ഒഴിയുക.
ഉമ്മ വയ്ക്കുക, നെഞ്ചിൽ വെച്ച് കിടക്കുക. ഉഫ്. അതിലുപരി എന്ത് വേണം? നീ വിറ്റായിടോ ചേച്ചി വിറ്റായി. അതിലുപരി എന്ത് വേണം? അത് ജീവിച്ചെന്നെ പറ്റും. വേറെ എല്ലാവരും മെൻസസിന്റെ സമയത്ത് മാറ്റി കൊടുത്തു വരണ്ടാന്ന് പറയും. ചില ആളുകൾ മെൻസസ് ആണെന്ന് പറഞ്ഞ് വരണ്ട, അയ്യ എന്നാ അടുത്ത പ്രാവശ്യം ആക്കാന്ന് പറയും. ഇതങ്ങനെയല്ല, നെഞ്ചോട് ചേർത്തി പിടിച്ച് അതാ ഞാൻ അവിടുന്ന് മനസ്സിലാകാറുണ്ട്. മെൻസസ് സമയത്ത് ഒരാളെ ബന്ധപ്പെട്ട് ഞാൻ ഒരു സ്ത്രീ ആ പുരുഷനെ വിടില്ല, അവനും വിടില്ല. എല്ലാവരും മെൻസസ് സമയത്ത് ബന്ധപ്പെടണം. ഓക്കെ, ഇനി മാറ്റുന്നത് ബന്ധപ്പെട്ടില്ലെങ്കിൽ പോലും കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യാൻ നോക്കുക. ചെയ്യാം. ഉള്ളിലോട്ട് കയറ്റില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നടക്കും. അങ്ങനെയുണ്ട്. കപ്പ് ഉപയോഗിച്ചാൽ മതി. കപ്പ് പാട് ഉപയോഗിക്കരുത്, അപ്പൊ മടുപ്പ് തോന്നും. കപ്പ് ഉപയോഗിച്ചാൽ മതി. കപ്പ് ഉപയോഗിച്ച് ബന്ധപ്പെടാം മെൻസ് സമയത്ത്. കപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് ഉപയോഗിച്ചാൽ മതി. കാണിച്ചു തരാം. അതേടാ, ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മള് മെൻസ് സമയത്ത് ബന്ധപ്പെടുമ്പം ചില ആൾ കറുപ്പായിരിക്കും, ബ്ലഡ് ഉണ്ടാവും. പക്ഷെ ഇത് പേടിക്കണ്ട. ഇത് ഉപയോഗിച്ചാല് ഇത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കാറ്റുക, ഇതാ ഇങ്ങനെ. ഇത് നമ്മൾ അതിലേക്ക് കയറ്റി കൊണ്ടുപോകണം. എന്നിട്ട് ഇതിങ്ങനെ നിവരും. അപ്പൊ ബ്ലഡ് ഇതിലേക്ക് ചാടുള്ളൂ, പുറത്തേക്ക് ലീക്കാവില്ല. പിന്നെ ഈ തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ എല്ലാം ചെയ്യാൻ പറ്റും, ബന്ധപ്പെടാനും പറ്റും. ഓക്കെ, ഞാനിതാ ഉപയോഗിക്കുന്നത്. ഏകദേശം 4 മാസമായിട്ട് ഞാൻ കപ്പ ഉപയോഗിക്കുന്നത്. എനിക്കിത് കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കാതാ. ഇത് നമ്മുടെ തൊളരുള്ളിൽ കയറണം. ഇത്രയും കയറ്റി വെക്കുമ്പോൾ അത് ഇങ്ങനെയാവും. പിന്നെ ബ്ലഡ് മൊത്തം ഇതിലേക്കാണ്. അതായത് ഒരു 5 മണിക്കൂർ ആവുമ്പം നമ്മൾ എടുക്കാം. അപ്പൊ ഇതിങ്ങനെ തൂങ്ങി കിടക്കൂല, കുറെ കയറിക്കും. അപ്പൊ നമ്മൾ വിരലിട്ടിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കണം. പിടിച്ചതാ ഇങ്ങനെ കാണിക്കത്, ഇങ്ങനെ കാണിച്ചിങ്ങനെ വരും. എന്നിട്ട് അത് കഴുകുക, ബ്രഷ് ചെയ്യുക, തിരിച്ച് വീണ്ടും വെക്കുക. ഇങ്ങനെയാവും. സൂപ്പറാണ്. കംഫർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, തുമ്പ് കളത്തില്ല. ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. മറ്റേ LB ഇത് പൊളിയാണ്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കാണിക്കുക, തുമ്പ് കളത്തില്ല, തുമ്പ് കയറിപ്പോവും. ചിലർക്ക് പേടിയാണ്. പക്ഷെ ഇത് എനിക്കൊന്നു നമ്മുടെ എന്താ പറയാ, വിസ്പറിനേക്കാൾ സ്റ്റേഫറിനേക്കാൾ നല്ല ഇതാണ് അല്ലേ ബീനുക്കുട്ടി? ഇത് സൂപ്പറാട്ടോ. 350 രൂപ വരും നാട്ടിൽ. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഇവിടെ 80 റംസ് കിട്ടും.